നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. സർ, നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു ഗർജിക്കുന്ന സിംഹമാണ് കെ സുധാകരൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ഗർജനം കുറച്ച് ദിവസമായിട്ട് കോൺഗ്രസിനോട് തന്നെയായിരുന്നു. കണ്ണൂരിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ആകാംക്ഷ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ആകാംക്ഷയ്ക്ക് ഒരു വിരാമമായിരിക്കുകയാണ്. ഒടുവിൽ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് കെ സുധാകരൻ തന്നെ മത്സരിക്കാൻ എത്തും എന്നിപ്പോൾ പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതായാലും ഒടുവിൽ ഹൈക്കമാൻഡ് കെ സുധാകരന്റെ ഈ ഒരു വാശിക്ക് മുന്നിൽ വഴങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിൽ കെ സുധാകരന്റെ വാശി എന്ന് നമ്മളെപ്പോഴും സുധാകരനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. ഇതൊരു അടിസ്ഥാനപരമായി വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. കെ സുധാകരനോട് ഹൈക്കമാൻഡ് നടത്തിയത്, രാഹുൽ ഗാന്ധി നടത്തിയത് ഒരു വിശ്വാസ വഞ്ചനയാണ്. ആ കഥ നമ്മൾ KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്ന സുധാകരന്റെ ആ ഒരു ചരിത്രത്തിൽ നിന്ന് തിരയണം. സുധാകരൻ ആരാണ് എന്ന് മനസ്സിലാക്കി വേണം സുധാകരന്റെ ഇത്തരം വാശിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ. ഡൽഹിയിലെത്തിയ സുധാകരൻ, നമുക്കറിയാം, MP മാർക്ക് അനുവദിച്ചിട്ടുള്ള ഗോദാവരി ഫ്ളാറ്റിലെ 301 നമ്പർ മുറിയിൽ ചൊവ്വാഴ്ച രാവിലെ എത്തി. നേരത്തെ വ്രണത ഹൃദയനായി കേരളത്തിലേക്ക് മടങ്ങിയ സുധാകരനാണ് വീണ്ടും ഹൈക്കമാൻഡ് തിരികെ വിളിച്ചതാണ്. ഹൈക്കമാൻഡ് തിരികെ വിളിക്കുമ്പോൾ തനിക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് പ്രതീക്ഷിച്ച ഡൽഹിയിലെത്തിയത് ചൊവ്വാഴ്ച രാവിലെ ഡൽഹിയിലെത്തിയ കെ സുധാകരന് കാര്യങ്ങളുടെ ഒരു പോക്ക് മനസ്സിലായി. തന്നെ ഒന്ന് മെരുക്കാൻ ഹൈക്കമാൻഡ് പ്രത്യേകം ചിലരെ ചട്ടം കെട്ടിയിരിക്കുന്നു. അങ്ങനെ തന്നെ മെരുക്കി ഒതുക്കി ഒന്നുമല്ലാതാക്കി വലിച്ചെറിയുകയാണ് കോൺഗ്രസ് നേതാക്കളിൽ ചിലരുടെ ലക്ഷ്യമെന്ന് കെ സുധാകരൻ തിരിച്ചറിഞ്ഞു. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ മുതൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ പൊട്ടിത്തെറിക്കുന്ന സുധാകരനെയാണ് കാണാൻ കഴിയുന്നത്. കാരണം സുധാകരന്റെ പല പ്രയോഗങ്ങൾക്കും വാക്കുകൾക്കുമൊക്കെ വലിയ ഒരു തീവ്രത വന്നിരുന്നു. സുധാകരനെ അത്ര പെട്ടെന്ന് നമുക്ക് നിസ്സാരമായി ഒതുക്കാൻ കഴിയുന്നൊരു നേതാവല്ല. നമുക്കറിയാം സുധാകരന്റെ ഒരു ചരിത്രം. ഡൽഹിയിലെത്തിയ സുധാകരൻ ഒടുവിൽ ഹൈക്കമാൻഡിനെ വിറപ്പിച്ച് കണ്ണൂർ സീറ്റ് നേടി ആ സിംഹ ഗർജനം വീണ്ടും മുഴക്കി കേരളത്തിലേക്ക് മടങ്ങുകയാണ്. കണ്ണൂരിൽ സുധാകരനെ സ്വീകരിക്കാൻ വലിയ ആരവം. ഇന്ന് രാവിലെ സുധാകരൻ അനുകൂലികൾ DCC ഓഫീസിന് മുന്നിലെത്തി ശക്തമായ മുദ്രാവാക്യം കോൺഗ്രസ് ഹൈക്കമാൻഡിനെതിരെയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും മുഴക്കുന്ന ഒരു വിചിത്ര കാഴ്ചയും നമ്മൾ കണ്ടു. പിന്നീട് അവരുടെ മുദ്രാവാക്യം വിളി കണ്ണേ കരളെ KSA, ഞങ്ങളുടെ ഓമന നേതാവ്, കണ്ണൂരിന്റെ കരളെ എന്ന് തുടങ്ങി വല്ലാത്തൊരു സ്നേഹപ്രകടനമായി മാറി. വാശിക്ക് KS-നോടുള്ള ആരാധന മൂത്ത് KS-ന്റെ അനുയായികൾ DCC ഓഫീസിലേക്ക് വരുന്നതും പിന്നീട് ഹൈക്കമാൻഡ് മുട്ടുമടക്കുന്നതും നമ്മൾ കണ്ടു. നമുക്ക് ആദ്യം ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് തിരഞ്ഞതിന് ശേഷം സുധാകരന്റെ ചരിത്രത്തിലേക്ക് കടക്കാം. ഇന്ന് സുധാകരന് സീറ്റ് ഇന്നലെ നമുക്കറിയാം ഡൽഹിയിൽ നടന്ന മാരത്തോൺ ചർച്ചകൾ. ഇന്നലെ രാത്രി 10:30 അവസാനവട്ട ചർച്ചയ്ക്ക് കയറുന്നു എന്ന് VD സതീശൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 1/2 മണിക്കൂറിനുള്ളിൽ എല്ലാം പൂർത്തിയാക്കി ലിസ്റ്റ് ഇന്ന് തന്നെ പുറത്തേക്ക് വിടുമെന്ന് പറഞ്ഞു. അവർ ചർച്ച ആരംഭിച്ചു. തുടക്കം മുതൽ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവായിരുന്നു MP മാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തത്. ഒരു തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് ശരിയാണ്. ആ ഒരു പൊതു ധാരണയുടെ ഭാഗമായി കെ സുധാകരന് സീറ്റ് നൽകേണ്ടതില്ല എന്ന ഒരു ബോധ്യമാണ് VD സതീശനിൽ ഉണ്ടായിരുന്നു. മറുവശത്ത് KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ VDയോട് ഒരു അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചു. തുടക്കത്തിൽ വ്യക്തമായ ഒരു നിലപാട് രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ പ്രകടമാക്കിയിരുന്നില്ല. കെ സുധാകരൻ ഇക്കുറി മത്സരിക്കാൻ എന്തിനാഗ്രഹിച്ചു? KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുൻപാണ് സുധാകരനെ മാറ്റാനുള്ള ഒരു ഫോർമുല മെനയുന്നത്. അന്ന് എനിക്ക് പാർലമെന്റിൽ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന സുധാകരനെ മാധ്യമപ്രവർത്തകർ കൂടി കണ്ടു. പക്ഷേ ഹൈക്കമാൻഡ് സുധാകരനെ വിളിച്ച് സുധാകരനിക്കറി മത്സരിക്കണം, നമുക്ക് കണ്ണൂർ സീറ്റ് പിടിച്ചെടുക്കണമെങ്കിൽ സുധാകരൻ മത്സരിച്ചേ തീരൂ. കോൺഗ്രസ് നേതാക്കളുടെ ഹൈക്കമാൻഡിന്റെ ഒരു വാശി. ഇപ്പോൾ സുധാകരൻ പറഞ്ഞു, എനിക്ക് അടുത്ത നിയമസഭയിൽ മത്സരിക്കണം, എനിക്ക് കേരളത്തിൽ നിൽക്കണം, കാരണം പ്രായമൊക്കെ ആയി, ഇനി ഡൽഹിയിലേക്കുള്ള യാത്രകളൊക്കെ ബുദ്ധിമുട്ടാണ്, ഒരു വട്ടം കൂടി UDF ഭരിക്കും, അപ്പോൾ അതിന്റെ ഭാഗമാകണം എനിക്ക്. ഒരുപക്ഷെ സുധാകരൻ ഇവിടുത്തെ മുഖ്യമന്ത്രി കസേര പോലും ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഒരു വേള. അന്ന് രാഹുൽ ഗാന്ധി കെ സുധാകരന് ഒരു വാക്ക് കൊടുത്തു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP ആയാൽ പോലും മത്സരിക്കാനുള്ള സാഹചര്യം തരാം. അങ്ങനെയാണ് സുധാകരൻ അന്ന് മെരുകിയത്.
അങ്ങനെ രാഹുൽ ഗാന്ധി നൽകിയ ഒരു വാക്ക് അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ തന്നെ കണ്ണൂരിൽ താൻ സ്ഥാനാർത്ഥിയാകും എന്ന ഒരു സംശയവും ഇല്ലാത്ത തലത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. വളരെ വ്യക്തതയോടെയാണ് സുധാകരൻ. നമുക്കറിയാം 100 അല്ല 110% ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി. പിന്നീട് അദ്ദേഹത്തിൻ്റെതായ നിലയിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടു. എന്നാൽ 5 ദിവസങ്ങൾക്ക് മുൻപ് വി ഡി സതീശൻ അതിനൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി. അദ്ദേഹത്തിന്റെ ഒരു സംഭാഷണ ശൈലിയാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ MP-മാർ മത്സരിക്കും എന്നൊരു തീരുമാനത്തിൽ ഹൈക്കമാൻഡ് എത്തിയിട്ടില്ല, അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നൊക്കെ പറഞ്ഞ് അതിനെ മുളയിൽ ഒടിച്ചു കളയാനുള്ള ചില തന്ത്രങ്ങൾ സതീശൻ പയറ്റി. അതിന്റെ തുടർച്ച നമ്മൾ ഡൽഹിയിൽ ഒരുപാട് നാടകങ്ങളിലൂടെ കണ്ടു. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടന്ന മാരത്തൺ ചർച്ചകൾ, ഈ ചർച്ചകളിലൊന്നും ഒരു തരിമ്പ് അയ്യാതെ നിൽക്കുന്ന സുധാകരനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കാനാണ് മറുഭാഗം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒടുവില് ഇന്നലെ രാത്രി കെ സുധാകരന് സീറ്റില്ല എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തി. അതിന് കേരളത്തിലെ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. ഖാർഗെ തീരുമാനമെടുത്തു, ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു, ഇനി അടഞ്ഞ അധ്യായമാണ്. അങ്ങനെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു പോകുന്നു. എന്നാൽ കണ്ണൂരിൽ പൊതുവെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ കണ്ണൂരിന്റെ ഒരു സിംഹഗർജനമായ കണ്ണൂരിന്റെ കോൺഗ്രസ് എന്ന് പറയുന്നത് സുധാകരൻ തന്നെയാണ്. സുധാകരനോട് യാതൊരുവിധ കൂടിയാലോചനകളും നടത്തുന്നില്ല. ചൊവ്വാഴ്ച രാവിലെ തന്നെ ഡൽഹിയിലെത്തിയ സുധാകരൻ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, നിലയും വിലയുമില്ല, ഞാൻ ഇതിന് അവിടെ വന്നിരിക്കുന്നത്, എനിക്ക് ഇവിടെ വന്നിട്ട് ആരും ഒരു വിലയും തരുന്നില്ല, അല്ലാതെ വൃണിത ഹൃദയനായിരുന്നു. ഇങ്ങനെ രാവിലെ സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്ന വാർത്ത സുധാകരന്റെ മുന്നിലെത്തുന്നു. കെ സി വേണുഗോപാലാണ് വിളിച്ചു പറയുന്നത്. പക്ഷെ അപ്പോഴേക്കും സുധാകരൻ ചില തീരുമാനങ്ങളിൽ എത്തിയിരുന്നു. അതിലൊന്ന്, കണ്ണൂരിൽ താൻ മത്സരിക്കും. കണ്ണൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന തീരുമാനം സുധാകരൻ എടുത്തു. 2, തന്നെ അനുകൂലിക്കുന്ന ഒട്ടനവധി നേതാക്കൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അവരിൽ ചിലരെ കണ്ടെത്തി ചില മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കുക. അപ്പോൾ ഒരു കൂട്ടം സ്ഥാനാർത്ഥികൾ തനിക്ക് വേണ്ടി ഉയർന്നു വരുമ്പോൾ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാകും. കോൺഗ്രസിൽ നിന്ന് മാറി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടക്കാൻ സുധാകരൻ ശ്രമിച്ചു. ഇതിനിടയിൽ സുധാകരന്റെ ബന്ധുക്കളുമായി BJP-യുടെ ഉന്നത നേതാക്കൾ കൂടിയാലോചനകൾ തുടങ്ങി. NDA മുന്നണിയിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരിക. ഇത് കോൺഗ്രസിനെ അട്ടികൂട്ടി വിറപ്പിച്ചു കളഞ്ഞു. സുധാകരനെ നിങ്ങൾ കരുതുന്നത് പോലെ അത്ര നിസ്സാരമായി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇളക്കി മാറ്റാൻ കഴിയില്ല എന്ന് ആദ്യം ഹൈക്കമാൻഡിനോട്, പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ചു പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് പെട്ടെന്ന് തന്നെ രാവിലെ രാഹുൽ ഗാന്ധിയെയും ഫോണിൽ വിളിച്ചു. കാര്യങ്ങൾ തന്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ രമേശ് ഒരു ക്രൈസിസ് മാനേജരെ ഫോണിൽ വിളിക്കുന്നു. അത് നമ്മുടെ സാക്ഷാൽ AK ആന്റണിയാണ്. തിരുവനന്തപുരത്ത് വിശ്രമ ജീവിതം നയിക്കുകയാണ് AK ആന്റണി. ഇതുവരെ ഈ സ്ഥാനാർത്ഥി നിർണയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ആന്റണിയുടെ യാതൊരുവിധ ഫോൺ കോളുകളോ ഇടപെടലുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. രമേശ് ചെന്നിത്തല പറഞ്ഞു, കെ സുധാകരൻ ഇതിൽ നിന്ന് പോയാൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല, 3ാം വട്ടവും പിണറായി വിജയൻ അധികാരത്തിലേൽക്കും, മലബാറിൽ ഉൾപ്പെടെ ഒരു 10-15 സീറ്റുകളിലെങ്കിലും സുധാകരന്റെ ഈ ഒരു വികാരം കത്തിപ്പറഞ്ഞു. അത് കോൺഗ്രസിന് UDF-ന് വലിയ ക്ഷീണം ഉണ്ടാക്കും. രാവിലെ പരിഭ്രാന്തിയോടെ മുസ്ലിം ലീഗിന്റെ PK കുഞ്ഞാലിക്കുട്ടി അടക്കം രമേശ് ചെന്നിത്തലയുമായി നിരവധി ആളുകൾ ബന്ധപ്പെടുന്നു. KC വേണുഗോപാലിന് നിരവധി ഫോൺ കോളുകൾ ചെല്ലുന്നു. KC വലിയ വാശിയിലായിരുന്നു, കെ സുധാകരൻ മത്സരിക്കേണ്ടതില്ല എന്നുള്ളൊരു വാശിയിലാണ്. പക്ഷെ ആ വാശി കോൺഗ്രസിനെ തന്നെ തീയിടുന്ന ഘട്ടത്തിൽ എത്തിക്കുന്നു എന്ന് വന്നപ്പോൾ KC ഒന്ന് ഒതുങ്ങി. പക്ഷെ അപ്പോഴും ചൂട് പിടിച്ചു നിൽക്കുന്നത് VD സതീശൻ എന്ന പ്രതിപക്ഷമാണ്. ഒരു കാരണവശാലും എടുത്ത നിലപാടിൽ നിന്ന് പിന്നോക്കം പോകരുത് എന്ന് VD ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അത്തരമൊരു നിലപാടെടുത്താൽ കോൺഗ്രസ് പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് രമേശ് വാദിച്ചു. അപ്രതീക്ഷിത ട്വിസ്റ്റുകളാണ് പിന്നെ നമ്മൾ കണ്ടത്. AK ആന്റണി നേരെ മല്ലികാർജ്ജുൻ ഖാർഗെയെ വിളിക്കുന്നു. മുൻ പ്രവർത്തക സമിതി അംഗം എന്നുള്ള നിലയിൽ മാത്രമല്ല, പ്രത്യേക ക്ഷണിതാവ് എന്ന നിലയിലും AK ആന്റണിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദീർഘകാലം കോൺഗ്രസിന്റെ അമരത്ത് ഡൽഹിയുടെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്നിരുന്ന AK ആന്റണിയെ വലിയ ബഹുമാനത്തോടെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ കാണുന്നത്. അങ്ങനെ ഖാർഗെയുമായി AK ആന്റണി ദീർഘമായി സംസാരിച്ചു. സുധാകരനെ പാർട്ടിയിൽ നിന്ന് പോകാൻ അനുവദിച്ചാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറ ആയിരിക്കില്ല. ഇവിടെ ഈ ഇലക്ഷനിൽ നമ്മൾ തോറ്റപ്പും എന്ന് ആന്റണി തുറന്നടിച്ചു. തുടർന്ന് ആന്റണി രാഹുൽ ഗാന്ധിയും വിവരം അറിയിച്ചു. ഇവിടെയാണ് കാര്യങ്ങളുടെ ട്വിസ്റ്റ്. ഇതോടെ മല്ലികാർജ്ജുൻ ഖാർഗെ ഇതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി.
കെ സി വേണുഗോപാലിനെ വിളിച്ചു. എ കെ ആന്റണി ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ച വിവരമൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ശരിക്കും വിരണ്ടുണങ്ങി നിൽക്കുകയായിരുന്നു കെ സി. കാരണം രാവിലെ കെ സുധാകരനെ ഒന്ന് അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡിന്റെ ഒരു വലിയ നേതാവ് എന്നുള്ള നിലയിൽ ആ ധാർഷ്ട്യത്തിൽ കെ സി ഒന്ന് ഫോൺ വിളിച്ചു. പക്ഷെ മുഖം അടച്ചു കൊടുത്തു കെ സുധാകരൻ. ഗുഡ് ബൈ പറഞ്ഞാണ് കോൾ അവസാനിപ്പിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. അത്രയേറെ അപമാനം സഹിച്ച് എനിക്ക് ഈ പാർട്ടിയിൽ തുടരാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കിക്കോ, എന്നെ വെറുതെ വിട്ടേക്കും. ഇതായിരുന്നു സുധാകരന്റെ മുഖം. പക്ഷെ ലാസ്റ്റ് കെ സിയുടെ നെഞ്ചും കൂടെ തകർക്കുന്ന ഒരു വാക്ക് പ്രയോഗിച്ചു. അതാണ് ഗുഡ് ബൈ. അതേ ഗുഡ് ബൈ മറ്റു ചിലരോടും സുധാകരൻ പറഞ്ഞു. അതിലൊന്ന് രമേശ് ചെന്നിത്തലയാണ്. ആന്റണിയോട് പക്ഷെ അദ്ദേഹം ഗുഡ് ബൈ പറഞ്ഞില്ല. ആന്റണിയെ കുറിച്ച് എപ്പോഴും കെ സുധാകരൻ പറയുന്നത് എന്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരനാണ് എന്നൊക്കെയാണ്. ആന്റണിയുടെ ഒരു ശാസനയ്ക്ക് മുന്നിൽ സുധാകരൻ പറഞ്ഞു, ഞാൻ ശരിയാക്കും എന്ന് ആന്റണി കെ സുധാകരനോട് പറഞ്ഞു. പിന്നീടാണ് അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ. അങ്ങനെ ആ സിംഹഗർജനത്തിന് മുന്നിൽ ഹൈക്കമാൻഡ് ചുരുണ്ടുകൂടി. ഒടുവിൽ ഹൈക്കമാൻഡ് കീഴടങ്ങി. സുധാകരന് കണ്ണൂരിൽ മത്സരിക്കാനുള്ള പച്ചക്കൊടി വന്നു. കണ്ണൂരിൽ വലിയ ആവേശം, ആരവം. കണ്ണൂരിലേക്ക് വരുന്ന സുധാകരനെ വരവേൽക്കാൻ വലിയ സ്വീകരണ പദ്ധതികൾ, മറുവശത്ത് വലിയ റോഡ് ഷോകൾ. സുധാകരനിസം ഒരിക്കൽ കൂടി കത്തി അളന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മറുവശത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ അടക്കം പറഞ്ഞിരുന്നത് ഇയാൾക്ക് പ്രായമായി, പറയുന്നതൊന്നും വിവരമില്ലാതെയാണ്, ഒരു വിവേകമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പരിഹസിച്ചിരുന്ന കെ സുധാകരൻ വീണ്ടും ഒരു സിംഹമായി കേരളത്തിലേക്ക് മടങ്ങുകയാണ് ഡൽഹിയിൽ നിന്ന്. ഇവിടെ തോറ്റത് ഹൈക്കമാൻഡ്, പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ തുടങ്ങിയ കഥാപാത്രങ്ങളാണ്. കെ സി വേണുഗോപാലിന് ഇത് വല്ലാത്ത ക്ഷീണമായി. പക്ഷെ സതീശനെ സംബന്ധിച്ച് ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായത്. കാരണം എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന പൊതു നിലപാടെടുക്കുമ്പോൾ കോന്നി സീറ്റിൽ അടൂർ പ്രകാശ് വന്നാൽ മറ്റൊരു അപകടം മുന്നിലുണ്ടെന്ന് സതീശൻ അറിയാം. കാരണം മുമ്പ് ഈ ശിവഗിരി മഠം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നില്ല. ഇക്കുറി അടൂർ പ്രകാശ് വളരെ ബുദ്ധിപരമായി ശിവഗിരി മഠത്തെ ഉപയോഗിച്ച് കോൺഗ്രസിന് വലിയ സമ്മർദ്ദം കൊടുക്കുന്നുണ്ട്. കോന്നിയിൽ അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കണം. ആർ ശങ്കറിന് ശേഷം കേരളത്തിൽ ഒരു കോൺഗ്രസ് ഈഴവ മുഖ്യമന്ത്രി, ഈഴവ വിഭാഗത്തെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ അതാണ് നല്ലത്, അത്തരമൊരു പ്രാതിനിധ്യം കൊടുക്കണം എന്ന് ശിവഗിരി മഠം വലിയ സമ്മർദ്ദം ചെലുത്തും. സതീശന് ഇതറിയാം. മറ്റൊന്ന്, ഇപ്പോൾ രാജ്യസഭാ എം പി ആയ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എപ്പോൾ വേണമെങ്കിലും കേരളത്തിൽ വരാം, മുഖ്യമന്ത്രി കസേരയെ ഏറ്റെടുക്കാം. ഇപ്പോഴും സതീശനൊന്നും മിണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഒറ്റയടിക്ക് ഈ മുഖ്യമന്ത്രി സ്ഥാനമോഹികളെ ഒക്കെ വെട്ടാനുള്ള ഒരു അവസരമാണ് സതീശന് മുന്നിൽ തുറന്നു കിട്ടിയത്. കെ സുധാകരനും ഉള്ളിൽ മുഖ്യമന്ത്രി മോഹമുണ്ട്. ഇപ്പോൾ ഈ കോൺഗ്രസും യു ഡി എഫും ഒക്കെ ജയിച്ച് അധികാരത്തിൽ എത്താനുള്ള ഘട്ടം എത്തുമ്പോൾ തമ്മിലടി മൂക്കും. ആരാണ് ഞങ്ങളിൽ മൂത്തത് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു. ഇക്കാര്യത്തെ കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം വീടിക്കുണ്ട്. വീടിയുടെ മുന്നിൽ ഇപ്പോൾ ഒരു വെല്ലുവിളി ഉയർത്തുന്ന രമേശ് ചെന്നിത്തല. പക്ഷെ അവസാന നിമിഷം ഇപ്പോൾ രമേശ് ഇത്തിരി സ്കോർ ചെയ്തു ഈ കെ സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അത് കെ സുധാകരന് പിന്തുണ രമേശിന് കിട്ടാൻ കൂടുതൽ കാരണമാണ്. പിന്നീട് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ കെ സുധാകരനോട് ഇത്രയധികം കൊമ്പ് കോർത്തത്? അതിന് കുറച്ച് പശ്ചാത്തലമുണ്ട്. 2021 അന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരുന്നു. ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയുടെ താല്പര്യം. ഒപ്പം അന്ന് കെ സി വേണുഗോപാൽ സമർത്ഥമായി ചരട് പിടിച്ചു. കാരണം കെ സിയുടെ ഒരു വലിയ സ്വപ്നം ഇവിടെ മുഖ്യമന്ത്രിയാണ്. തന്റെ പപ്പറ്റിനെ ഇവിടെ ഇരുത്തി ഒരു റിമോട്ട് കൺട്രോളിലൂടെ കേരളത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാമെന്നാണ് കെ സി കരുതിയത്. എന്നാൽ പ്രതിപക്ഷ നേതാവായി ഒരു ഒറ്റ വർഷത്തിനുള്ളിൽ വി ഡി സതീശൻ തന്നെ തനിനിറം കാട്ടി. തന്റെ ഇടമുള്ള ഒരു നേതാവ്, ശക്തനായ ഒരു നേതാവ്, ഇത്തരമൊരു ഇമേജ് കേരള സമൂഹത്തിന് മുന്നിൽ, കോൺഗ്രസ് പ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് വി ഡി ശ്രമിച്ചത്. ഇതിൽ കെ സി വേണുഗോപാലിനെ അസ്വസ്ഥനാക്കി. തുടർന്ന് വി ഡിയിൽ നിന്ന് മാനസികമായി ഒത്തിരി അകലത്തിലായി കെ സി വേണുഗോപാൽ. അങ്ങനെയാണ് വി ഡിക്കൊപ്പം ഉണ്ടായിരുന്ന ഷാഫി പറമ്പിലിനെയും അന്നത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഒക്കെ കെ സി തന്റെ ചെറുകിനിടയിൽ വയ്ക്കുന്നത്. മറുവശത്ത് കെ പി സി സി അധ്യക്ഷനായിരുന്ന കെ സുധാകരന് ചില മോഹങ്ങളൊക്കെ ഉണ്ട്. സുധാകരന് വലിയ ഈഗോ ഉള്ളൊരു നേതാവാണ്. ആ ഈഗോ മൂത്ത് വി ഡി സതീശനും സുധാകരനും തമ്മിൽ കൊമ്പ് കോർക്കാൻ തുടങ്ങി. അങ്ങനെ നമുക്കറിയാം 2022 മുതൽ ഇരുവരും ഇടപെടുന്ന പല തർക്കങ്ങൾ. ഒരിക്കല് മാധ്യമ സമ്മേളനത്തിനിടയിൽ ഒരു പച്ചത്തെറി വിളിച്ചുകൊണ്ട് ഇയാൾ എവിടെ പോയി കിടക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ലേറ്റ് ആയപ്പോൾ സുധാകരൻ പ്രതികരിക്കുന്നു. പിന്നീട് കെ പി സി സി ആസ്ഥാനത്ത് നടക്കുന്ന കെ പി സി സി യോഗങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും മുമ്പ് കൊടുക്കുന്നു.
KPCCയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു എന്ന മാധ്യമ വാർത്തകൾ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ സുധാകരനും VD സതീശനും തമ്മിൽ മാനസികമായി വലിയ അകലത്തിലായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുധാകരനെ മാറ്റണം എന്ന കടുംപിടുത്തം പിടിച്ചത് VD സതീശനാണ്. ഒടുവിൽ VD അതിൽ വിജയിക്കുകയും ചെയ്തു. കാരണം രാഹുൽ ഗാന്ധിയുടെ ഒരു പിന്തുണ മേടിക്കാൻ KC വേണുഗോപാലിനെ സംബന്ധിച്ച് തൽക്കാലം സുധാകരനെ ഒതുക്കി ഡൽഹിയിൽ പാർലമെന്റിലേക്ക് വിടുക തന്റെ ഭാവിക്ക് നല്ലതാണെന്ന് KC കരുതി. അങ്ങനെ ഈ ഒതുക്കൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് സുധാകരനെ ഒതുക്കിയത്. പക്ഷെ സുധാകരന് അത്ര പെട്ടെന്ന് ഒതുക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അങ്ങനെയാണ്. എത്രയോ പതിറ്റാണ്ടുകളുമായി CPM ഗുണ്ടകൾക്ക് മുന്നിൽ നെഞ്ചുറപ്പോടെ നിൽക്കുന്ന ഒരു നേതാവാണ്. കണ്ണൂരിൽ എത്ര കൊലപാതക ശ്രമങ്ങൾ, 6 തവണ നേരിട്ട് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സഹോദരൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇവര് രണ്ടുപേർക്കും ഒരേ മുഖഷേപ്പ്, അദ്ദേഹം വിദേശത്തായിരുന്നു, കാറിനുള്ളിലേക്ക് പോകുമ്പോൾ അന്ന് അതിക്രൂരമായി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അവസാന നിമിഷമാണ് സുധാകരൻ അല്ല എന്ന അക്രമികൾ തിരിച്ചറിഞ്ഞത്. അതുപോലെ നിരവധി സംഭവങ്ങൾ 6ഓളം തവണ സുധാകരനെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സുധാകരന് പലപ്പോഴും CPMുമായി നേരിട്ട് മുമ്പ് ഓർത്തിട്ടുണ്ട്. കാരണം കണ്ണൂർ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നെഞ്ചുറപ്പ് വേണം, ഒരു ശക്തനായിരിക്കണമെന്ന് KSന്റെ രാഷ്ട്രീയം കണ്ടു വളർന്നവരാണ്. കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് അനുയായികളും ഒക്കെ ഉരുളക്കുപ്പേര് പോലെ കൊടുത്തുമൊക്കെ പിടിച്ചു നിന്നവരാണ്. അതുകൊണ്ടാണ് അവർ KSനെ തങ്ങളുടെ ചങ്കായി കരലായി കാണുന്നത്. KS ഉയർത്തിവിട്ട ആ ആവേശമാണ് അവരുടെ രക്തത്തിലൊഴുകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും മലബാറിന്റെ കോൺഗ്രസ്, പ്രത്യേകിച്ച് കണ്ണൂരിന്റെ കോൺഗ്രസ് KS എന്നുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അത്തരമൊരു KSനെ ഒരു സതീശനോ ഒരു KC വേണുഗോപാലിനോ പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ചുരുട്ടിക്കൂട്ടിയെടുക്കാനൊന്നും കഴിയില്ല. അതാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രശ്നത്തിൽ അതിവൈകാരികമായി പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടത്. അതിന്റെ പ്രതിഫലനമാണ് ആത്യന്തികമായി KS ജയിക്കുന്ന ഒരു കാഴ്ച. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവം തന്നെയാണ് KS വീണ്ടും ജയിച്ചു വരുന്ന ഒരു കാഴ്ച. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സ്വന്തം പാർട്ടിയെ തോൽപ്പിച്ചുകൊണ്ട്, പ്രതിപക്ഷ നേതാവിനെ തോൽപ്പിച്ചുകൊണ്ട് KS കണ്ണൂരിലേക്ക് കുതിക്കുകയാണ്. അത് പൊതുവെ നമുക്കറിയാം, ഇതൊരു വലിയ അലങ്കോലം ഉണ്ടാക്കി. എങ്കിലും ഇത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ആവേശത്തിന്റെ സമയമാണ്. ഇതൊരു ജനാധിപത്യ പാർട്ടി എന്നാണ് കോൺഗ്രസ്സുകാർ പൊതുവെ തങ്ങളുടെ പ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ പല തർക്കങ്ങളുണ്ടാവും, ഞങ്ങൾക്കിടയിൽ തർക്കങ്ങളുണ്ടാവും. സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് വലിയ തോതിൽ വിഴുപ്പലക്കലുകൾ ഉണ്ടാകും. പക്ഷേ ആത്യന്തികമായി സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. നമുക്കത് കാത്തിരുന്നതാണ്. എന്തായാലും KSന്റെ ഒരു ഹൈക്കമാൻഡിനെ തോൽപ്പിച്ച് KS എന്ന ഒരു സിംഹം വിജയിച്ചു എന്നപ്പോൾ തീർത്തു പറയാം. അല്ല സാർ, ഇപ്പൊ തുടക്കത്തില് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു ഈ ഒരു തീയതി പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങള് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ളത്. പക്ഷെ ഇത്രയും ദിവസം അത് വൈകിയിരിക്കുകയാണ്. ഇത്രയും ദിവസം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചൊരു സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നുള്ള ഒരു ചിത്രം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഇതൊരു ആശങ്ക ഉണ്ടാവില്ലേ? ഇങ്ങനെ തുടക്കം മുതൽ തന്നെ ഒരു സ്ഥാനാർത്ഥികളെ കൃത്യമായി പ്രഖ്യാപിക്കാൻ പോലും സാധിക്കാതെ വരുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഇവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു തർക്കങ്ങളില്ലാതെ ഒരു മന്ത്രിസഭ ഇവർക്ക് രൂപീകരിക്കാൻ സാധിക്കും? ജനങ്ങളുടെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കതിനെ എങ്ങനെ വിലയിരുത്താം? അല്ല, പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹം കരുതിയത് സത്യസന്ധമായിട്ടായിരിക്കാം. കാരണം പുള്ളി ഓർത്തു 24 മണിക്കൂറിനകം KSനെ ആണിയടിച്ച് എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കാമെന്ന്. പക്ഷെ അത് നടന്നില്ല. KS അങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ വീഴുന്ന ഒരു സിംഹമൊന്നുമല്ല. KSനെ വീഴിക്കണമെങ്കിൽ ഒരു VD സതീശൻ പോലെ. മറുവശത്ത് KSനൊപ്പം ഇപ്പോൾ വിവാദങ്ങളിലേക്ക് ഉയർന്നു വന്ന അടൂർ പ്രകാശ്, അധികാര ആർത്തി എന്നല്ലാതെ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഇത്തരം ആർത്തി പണ്ടാരങ്ങളൊന്നും സുധാകരന്റെ നിന്ന് വ്യത്യസ്തമാണ്. അടൂർ പ്രകാശിന്റെ കഥ, സുധാകരന് വാക്ക് നൽകിയിട്ടുണ്ട്, വിശ്വാസവഞ്ചനയാണ് നടത്തിയത്. പക്ഷെ അടൂർ പ്രകാശിന്റെ ആർത്തിയാണ്. അതൊരിക്കലും ഒരു കോൺഗ്രസ് പ്രസ്ഥാനം അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. അത് അംഗീകരിച്ചാൽ വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. അവിടെയാണ് MK രാഘവനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ മത്സരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു പോകുന്നത്. എന്നാൽ KSന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. സതീശൻ കരുതുന്നത് പോലെ അത്ര എളുപ്പമല്ല കോൺഗ്രസിനെ ഉള്ളം കയ്യിലെടുത്ത് ചുരുട്ടിക്കൂട്ടി കൊണ്ടുനടക്കാൻ. കാരണം ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. അതിന് അതിൻ്റെതായ സ്വാതന്ത്ര്യം, പൊതുസ്വാതന്ത്ര്യം അതിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെയുണ്ട്. അവർ തങ്ങളുടെ അഭിപ്രായം പറയും, ആഗ്രഹങ്ങൾ പറയും. അതിനെയെല്ലാം 24 മണിക്കൂറിനുള്ളിൽ ഒഴിച്ചുകൂടാമെന്നോ 24 മണിക്കൂർ കൊണ്ട് തന്റെ ഇംഗിതം അനുസരിച്ച് ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കാമെന്നോ ആരും വ്യാമോഹിക്കേണ്ട.
അതാണ് നമ്മളിപ്പോൾ സുധാകരനിലൂടെ കണ്ടത്. ഏതായാലും ഇനിയിപ്പോ സ്ഥാനാർത്ഥിയായിട്ട് കെ സുധാകരൻ കണ്ണൂരിൽ ഇനി വലിയൊരു രാഷ്ട്രീയ പോരാട്ടം തന്നെ നടക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന ഒരു പ്രചാരണങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ പല നേതാക്കളോടും സാർ പറഞ്ഞിരുന്നു, മുഖം കടുപ്പിച്ച് തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇനി ഈ പ്രചാരണങ്ങളിലെല്ലാം തന്നെ അല്ലെങ്കിൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഒരു പ്രചാരണ വേളകളിലൊക്കെ തന്നെ അത് പ്രതിഫലിക്കുമോ? സുധാകരൻ ഇപ്പോൾ ഒരു മുറിവേറ്റ സിംഹമാണ്. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് ഇങ്ങനെ നാണം കെട്ട് പരിഹസിക്കപ്പെട്ട് ഒരു സ്ഥാനാർത്ഥിത്വം വാങ്ങിയെടുക്കേണ്ട ഗതികേടൊന്നുമില്ല ഈ പാർട്ടിയിൽ. അതുകൊണ്ട് മുറിവേറ്റ സുധാകരൻ ഇനി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് ചങ്ക് കൊടുക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉള്ളെറിഞ്ഞ് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ അദ്ദേഹം ചില കരുക്കൾ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെതിരെ കരുതി വയ്ക്കുമെന്ന് ഉറപ്പാണ്. ഒരുപക്ഷെ സുധാകരന്റെ മനസ്സ് രമേശിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. കാത്തിരുന്ന് കാണാം. അതായത് ഇനിയും ഇതിനുള്ളിൽ തന്നെ ഇനിയും ചില ട്വിസ്റ്റുകളും അതുപോലെ പൊട്ടിത്തെറികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഇനി പ്രചാരണത്തിലേക്കായിരിക്കും എല്ലാവരും ഒന്ന് ഒരു കണ്ണുകളൊക്കെ എല്ലാം അങ്ങോട്ടേക്കായിരിക്കും. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇനി എന്തെങ്കിലും പറഞ്ഞതുപോലെ ചില പൊട്ടിത്തെറികളും ട്വിസ്റ്റുകളും ഉണ്ടാകുമെന്ന് നമുക്കും നോക്കാം. അതുവരെ കാത്തിരുന്ന് തന്നെ കാണാം. നന്ദി, നമസ്കാരം.